നമുക്കൊപ്പം ശ്രീ സ്വരാജ് തത്സമയം ചേരുന്നുണ്ട്. സ്വരാജ്, വെരി ഗുഡ് മോർണിംഗ് സ്വരാജ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ ചുമതലയുണ്ടായിരുന്ന ഒരു നേതാവെന്ന നിലയിൽ നിന്ന് സ്ഥാനാർത്ഥിയിലേക്ക് മാറി ഇന്നത്തെ പ്രഭാതത്തിൽ എത്തുമ്പോൾ ആത്മവിശ്വാസം എത്രത്തോളം മാറിയിട്ടുണ്ട്? ആത്മവിശ്വാസം ആകാശത്തോളം ഉണ്ട്. വളരെ ആഹ്ലാദകരമായ അത്യാവേശകരമായ അനുഭവമാണ് അത്. ഇന്നലെ നിങ്ങളുടെ റിപ്പോർട്ടർമാർക്കും വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് ട്രെയിനിൽ വരുമ്പോൾ സത്യത്തിൽ അത് അങ്ങനെ വലിയ രൂപത്തിൽ പരസ്യപ്പെടുത്തിയ ഒരു യാത്രയൊന്നും ആയിരുന്നില്ല. ചോദിച്ച ചിലരോട് പറഞ്ഞിരുന്നു, പിന്നെ ചില മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു, അതുവഴി ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. പക്ഷേ പിന്നിട്ട ഓരോ റെയിൽവേ സ്റ്റേഷനിലും നൂറുകണക്കിന് ആളുകൾ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി എത്തി. അത് തീർച്ചയായിട്ടും വളരെ ആഹ്ലാദകരവും ആവേശകരവുമാണ്. ഇപ്പം ചെറുകരയും അങ്ങാടിപ്പുറവും പട്ടിക്കാടും മേലാറ്റൂരും തുവ്വൂരും വാണിയമ്പലവും എല്ലാ സ്റ്റേഷനുകളിലും ഇതായിരുന്നു അനുഭവം. നിലമ്പൂരിൽ വന്നിറങ്ങുമ്പോഴും അങ്ങനെ വലിയൊരു കേന്ദ്രീകരിച്ച സ്വീകരണമൊന്നും ഇവിടെ പ്ലാൻ ചെയ്തിരുന്നില്ല. പക്ഷേ അവിടെയും നിലമ്പൂരിലെ ഒരു വൻ ജനാവലി ഒഴുകിയെത്തി. അതിലേറ്റവും ആഹ്ലാദം തോന്നിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് പുറമേയും ചിലരുണ്ടായിരുന്നു. വ്യത്യസ്ത ചിന്താഗതികളുള്ള, അഭിപ്രായങ്ങളുള്ള ചിലർ. അതിൽ ചിലരെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവർ കൂടിയായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം അവിടെ വന്നപ്പോൾ LDF ഗവൺമെൻറ് തുടരണം എന്ന ചിന്ത LDFകാർക്ക് മാത്രമുള്ളതല്ല, മറ്റ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണ നടപടികളുടെ ഭാഗമായ നേട്ടങ്ങൾ അനുഭവിക്കുന്ന നല്ലൊരു ഭാഗം ആളുകൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നത് തീർച്ചയായും ഞങ്ങളുടെ ആത്മവിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ്, ഒരു അനുഭവമാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് മാറുകയാണ് ശ്രീ സ്വരാജ്. 4 സ്ഥാനാർത്ഥികൾ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നുവെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഏറ്റവും ഒടുവിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നു. ദേശീയ നേതൃത്വം ആ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. BJPയും ഒരു സ്വതന്ത്രനെ തേടുകയാണ്, പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ മത്സരമായി മാറുകയാണോ, അതല്ല അങ്ങ് ഭയക്കുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള സമുദായ, മത, ജാതി സമവാക്യങ്ങൾ പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും മത്സരിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. ആ അവകാശം ഉപയോഗപ്പെടുത്തി മത്സരരംഗത്തേക്ക് കടന്നു വരുന്നവരെ നാം സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. ആർക്കും അതിന് ഒരു വിലക്കുമില്ല. അപ്പോൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മത്സരിക്കട്ടെ എന്ന് മാത്രമേ ഒരു വോട്ടർ എന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കൂ. 2, ഭയമുണ്ടോ എന്നാണ്. ഭയം ലവലേശമില്ല, ഒരു സാഹചര്യത്തിലും ഇല്ല. പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ശരിയായ സ്പിരിറ്റ് എനിക്കറിയാം. അത് ജനാധിപത്യത്തിലെ അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷ സമൂഹത്തിലെ ധാർമ്മികതയെ മാറ്റിവെച്ച് അങ്ങേയറ്റത്തെ തെറ്റായ പ്രവണതകൾ, വർഗീയമായ അവിശുദ്ധമായ കൂട്ടുകെട്ടുകൾ, സഖ്യങ്ങൾ, ഒരർത്ഥത്തിൽ അതിൻ്റെ ഒരു ഇരയാണല്ലോ ഞാനതിനെ അങ്ങനെ കാണുകയോ അതെവിടെയും പറയുകയോ ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ. മത്സരിച്ച് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അവിടെ എനിക്ക് വളരെ കൗതുകരമായി തോന്നിയൊരു കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്, എന്ന് വെച്ചാൽ പോളിങ്ങിന് തൊട്ടു മുൻപ്, ഇലക്ഷൻ പ്രഖ്യാപിച്ച് പ്രചരണം നടക്കുന്ന ഘട്ടത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി പരസ്യമായി പറയുകയാണ് BJPയുടെ വോട്ട് അദ്ദേഹത്തിന് ലഭിക്കും എന്നാണ് പറയുന്നത്. വോട്ടെടുപ്പിന് ശേഷം, റിസൾട്ട് വന്നതിന് ശേഷം BJPയുടെ സ്ഥാനാർത്ഥി പറയുകയാണ് ഞങ്ങളുടെ ഇത്രയും വോട്ട്, 7000 മറ്റോ വോട്ട് കോൺഗ്രസ്സിന് കൊടുത്തു. അദ്ദേഹം അമർഷത്തോടു കൂടി തൻ്റെ സ്വന്തം പാർട്ടിയെ വിമർശിച്ചുകൊണ്ട് പരസ്യമായിട്ട്, ഇതൊന്നും രഹസ്യമല്ല. അപ്പോൾ വോട്ട് കൊടുത്തവരും വോട്ട് വാങ്ങിയവരും അത് പരസ്യമായി തന്നെ വെളിപ്പെടുത്തി. അത് നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിൽ, തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ പലതും പലയിടത്തും പലർക്കും ഉണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെട്ടതല്ല. നിലമ്പൂരിൽ അങ്ങനെ ഉണ്ടാവുമെന്നൊന്നും പറയാൻ ഞാനാളല്ല. അപ്പോൾ ഇതൊക്കെ പല തെരഞ്ഞെടുപ്പിലും നടന്നിട്ടുള്ളൊരു കാര്യമാണെന്ന് താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഏത് അവിശുദ്ധ സഖ്യത്തെയും പൂർത്തിയാക്കിക്കോളൂ. അല്ല, ഞാൻ പറയുന്നത് ഏത് അത്തരത്തിലുള്ള അധാർമികവും ജനാധിപത്യ വിരുദ്ധവുമായ നമ്മുടെ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് നിരക്കാത്ത നീക്കത്തെയും ശരിയായി മനസ്സിലാക്കി പ്രതിരോധിക്കാൻ ജനങ്ങൾക്ക് കഴിയും, അവർക്കത് മനസ്സിലാവുകയാണെങ്കിൽ. അപ്പോൾ ജനങ്ങളെ അണിനിരത്തി ഇത്തരം അപകട സാധ്യതകളെയും
പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ജാഗ്രതപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റൂ. ശ്രീ സ്വരാജ്, താങ്കൾ മണ്ഡലത്തിൽ വന്നപ്പോൾ കിട്ടിയ ആവേശം അത് സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്, നമ്മളുടെ മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ട്, ആ കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണങ്ങൾ, പഴയ അങ്ങയുടെ പ്രസംഗങ്ങൾ, ഇതൊക്കെ വീണ്ടും പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരർത്ഥത്തിൽ അത് തിരിച്ചടിയാകുമെന്നോ, അതല്ല അങ്ങ് തന്നെ പലപ്പോഴും പറയാറുള്ളത് പോലെ അതൊക്കെ ഓരോ സമയത്തും ഉണ്ടാവുന്ന ചില അധാർമികമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്, അതൊന്നും ഈ ആത്മവിശ്വാസത്തെ ഒരു ഇഞ്ച് പോലും കുലുക്കില്ല എന്നാണോ? ഈ രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, നവമാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളും പ്രചരിപ്പിക്കാൻ കഴിയും. അത് ചിലരൊരു സൗകര്യമായി സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഉത്തരവാദിത്വ ബോധമുള്ളവർ സാധാരണ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ വ്യാജ ഐഡിയകളും അല്ലാതെയൊക്കെ ആയിട്ട് പലരും ഒരവസരമായി എടുത്ത് അങ്ങനെ എന്തും പറയാവുന്ന ഒരു വേദിയായി മാറ്റുന്നുണ്ട്. അതൊന്നും സത്യത്തിൽ ഒരു പ്രതികരണം അർഹിക്കുന്നതല്ല, മറുപടി അർഹിക്കുന്നതല്ല, നമുക്ക് അവഗണിക്കാവുന്നതാണ്. പിന്നെ ഞാൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അതൊക്കെ പരസ്യമായിട്ട് ഈ സമൂഹത്തിൻ്റെ മുൻപിലുള്ള കാര്യങ്ങളാണ്. അതിനെ വക്രീകരിക്കുകയോ തെറ്റായി വ്യാഖ്യാനിക്കുകയോ ചെയ്താൽ അതിൻ്റെ ഒന്നും ഉത്തരവാദിത്വം എനിക്കില്ല. പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ, പറഞ്ഞ വാക്കുകൾ, എടുത്ത നിലപാടുകൾ, സമീപനങ്ങൾ അതെല്ലാം അങ്ങനെ തന്നെയാണ്. അതിലൊന്നും ഒരു ഇഞ്ചും മാറ്റവുമില്ല. അത് പൂർണ്ണമായ ബോധ്യത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അത് ശരിയാണെന്ന ബോധ്യം തന്നെയാണ് എന്നെ എപ്പോഴും നയിക്കുന്നത്, ഏത് വിഷയത്തിലായാലും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഏതെങ്കിലും വിഷയത്തിൽ ഇന്നോളം ഞാൻ സ്വീകരിച്ചൊരു നിലപാട് ഞാൻ തിരുത്തിയിട്ടില്ല. അത് ഞാനൊരു വലിയ കാര്യമായിട്ട്, ആനക്കാര്യമായിട്ടല്ല പറയുന്നത്. തെറ്റായ ഒരു കാര്യം സംഭവിച്ചു പോയാൽ ഞാൻ തിരുത്തും, അതും പറയാം. ഞാൻ അത് ഏറ്റുപറയുകയും തിരുത്തുകയും തിരുത്തി എന്നത് സമൂഹത്തിൻ്റെ മുൻപാകെ പറയുകയും ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഒരു വാക്കുപോലും എനിക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ നിലപാടുകളിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. അതാണ് ഈ സന്ദർഭത്തിലും എനിക്ക് പറയാറുള്ളത്. നമുക്ക് അധിക സമയം ഞാൻ എടുക്കുന്നില്ല. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം എപ്പോഴേക്കായിരിക്കും ഉണ്ടാവുക? സ്വാഭാവികമായിട്ടും നാളെയാണ്. സമയവും മറ്റും ഇലക്ഷൻ കമ്മിറ്റിയാണ് നിശ്ചയിച്ചിട്ടുണ്ടാവുക, എനിക്കത് അറിഞ്ഞുകൂടാ. നാളെയാണ് സമർപ്പിക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ശ്രീ സ്വരാജ്. നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കാര്യങ്ങൾ വിശദീകരിക്കാം. താങ്ക് യു.